സ്പ്രേ ഒക്കെ അടിച്ച് ഇതെന്തൊരു സാധനം ചോര് ഇത് മണക്കാണ് ഇതടിക്കാൻ നേരത്തെ മണം മണപ്പിച്ച് നോക്കിയാൽ മണം ഉണ്ടാകുന്നു. കുനിഞ്ഞ മണപ്പിച്ച് നോക്ക്. നല്ല മണം ഉണ്ടോ? നമ്മൾ ദൂരെ ഒരു അമ്പലത്തിൽ പോണം. ഉച്ചക്കാ? ഓ, ഉച്ചക്കുള്ള ഒരു അമ്പലം. ഉച്ചക്കുള്ള അമ്പലം? അത് അമ്പലം ഉച്ചക്ക് തുറക്കണ ഒരു അമ്പലം ഉണ്ട്. അത് അമ്പലം ഉണ്ടെന്ന് പോകുമ്പോ കാണാം. ഞാൻ പോയിട്ടില്ല. നമുക്ക് ഇന്ന് പോവാ. എന്തരന്നെ ഇതെന്തരി നീ വന്നോട് അമ്പലത്തിലൊക്കെ പോണത്? അതുവരെ ഇവിടെ അമ്പലത്തിലൊന്നും പോകില്ലായിരുന്നു. ചുമ്മാ വീട്ടിലിരിക്കുവായിരുന്നു. നീ വന്നോട് അമ്പലത്തിലൊക്കെ പോണം. അല്ലാതെ ഒരു കോവിലേലിയും പോകില്ലായിരുന്നു. അമ്പലത്തിലേ പോകില്ലായിരുന്നു. അമ്പലം കാണാൻ ഒരിടത്ത് പോയിട്ട് പോവില്ല. വീട്ടിനകത്ത് തന്നെ ഇരിക്കും. ഇനി വരുമ്പോഴത്തേക്കും വീട്ടിനകത്ത് തന്നെ ഇരിക്കും. എവിടെ പോണാ? വീട്ടിനുള്ള കുടിച്ചുകൊണ്ടേ ഇരിക്കും. എന്തിരിക്കുന്ന വീട്ടിലും ഒന്നുമില്ല. ഒരു കുടിച്ചോണ്ടിരിക്കാം. അയലുമൊക്കെ പോയിപ്പോ ആരും ഇട്ടില്ല. കൊണ്ടായിരുന്നാലും തേയില്ല. നീ വന്നതിന് ശേഷമാണ് ഞാൻ പുണറ് വന്നേ. പുറത്ത് വന്നതാ? പുറത്ത് വന്നത് തന്നെ. ഞാൻ ഒരിടത്ത് പോകില്ലായിരുന്നു. അപ്പൊ അവളെ പറ കുഞ്ഞ പറ. ഉടുപ്പിന്റെ മഞ്ഞ കളറാണ്. മഞ്ഞല്ല, നീല കളറല്ലേ? നീല കളറ് പണിയാം. അപ്പം ചേട്ടനും അച്ഛനും റെഡിയായി നിന്ന് ഉറക്കെ പറ കുഞ്ഞു. അരുവാടിയിലല്ല പപ്പി കുഞ്ഞ് അവിടെ നന്ദ എവിടെ? ഞാനത് ഒച്ചയാണ്. 2 മണി എടുക്കാൻ വേണ്ടി തയ്ക്കാൻ പറ്റി. ഇനി വാ, കണ്ണാറ കയറി ഇരിക്കും. കണ്ണാടി കയറി ഇരിക്കുമെന്ന്. ഉടുപ്പൊക്കെ മണക്കി നോക്കണം. ചെറുക്കനെ വിളി, പോവാന്ന് പറ. നിങ്ങളെ മോനെ വിളി. നിങ്ങളെ മോനെ വിളിക്കാൻ. എന്റെ മോനെ മോനെ, എടാ മോനെ വാടാ, ഇന്നെ വെളിയിൽ കൊണ്ടുപോവാടാ. അത് വണ്ടി തുറന്ന സൗണ്ട് കേൾക്കണം. ദൈവമേ, ഇത് മറ്റേ ബാബു ബോയ്സിലെ അവസ്ഥയാണല്ലോ. എല്ലാം ഒന്നെന്നും പറഞ്ഞു കൊടുക്കണം. ശരി, അങ്ങോട്ട് ഇറങ്ങിക്ക, നമുക്ക് ഞാൻ ഇറങ്ങട്ടെ. ഓ, ഉച്ചക്ക് തുറക്കണ അമ്പലമുണ്ട് തിരുവനന്തപുരത്ത്. അറിഞ്ഞൂടെ? സുധീഷ്ണൻ വണ്ടി ഓടിക്കുന്നു. എന്തിരുന്ന് അവന്റെ ഫോട്ടോ എടുക്കുന്നു.
ഞാൻ അവന്റെ ഫോട്ടോ എടുത്തില്ല എന്നുള്ള പരാതി വേണ്ട. പറ. ഹലോ ഗൈസ്, ഞാനാണ് അവിടെ കാടും കണ്ടോണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, നിന്നെ കണ്ടു. എടി നിന്നെ കണ്ടെന്ന് അച്ഛമ്മ പറയണ. നമ്മളെന്ന് വെള്ളാണി അമ്പലത്തിൽ പോവുകയാണ്. പൊളിച്ച് സസ്പെൻസ് പൊളിച്ച്. അതായത് ഗൈസ് നമ്മുടെ ട്രിവാൻഡ്രത്ത് 12 മണിക്ക് തുറക്കുന്ന ഒരു അമ്പലമുണ്ട്, വെള്ളായണി മേജർ വെള്ളായണി ദേവി ക്ഷേത്രം. അപ്പൊ നമ്മള് അവിടെ ഒന്ന് പോവാണ്. ഒരു പോയി അമ്മയെ കൊണ്ടുപോയി. ഹലോ ഗൈസ്, ഞാനാണ്ട ഇവിടെ കാര്യം കണ്ടോണ്ടിരിക്കുവാണ്. അപ്പൊ നമ്മള് നേരെ അമ്പലത്തിൽ വിട്ടോട്ട് പോവാണ്. അപ്പൊ നമ്മള് ഇതുപോലത്തെ കാണുന്ന ലൈക്കും അവള് മാത്രമാണ് ഈ കുടുംബത്തിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് പറയണത്. അവള് പറഞ്ഞ കറക്റ്റാണ്. പകുതി ശതമാനം ആൾക്കാരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാറ്. അപ്പൊ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമന്റും എല്ലാം പെട്ടെന്ന് ചെയ്തേക്കണം കേട്ടോ. അത് അമ്മ ആവശ്യപ്പെടാത്തോണ്ടായിരിക്കും ഇവിടെ അവരാരും ചെയ്യാത്ത. അമ്മ പറയൂലല്ലോ ഇതൊക്കെ ചെയ്യണോന്നുള്ളത്. ഞാൻ അങ്ങനെ പറയൂല കേട്ടാ. എല്ലാരും ലൈക്ക് ഷെയറും അത് സബ്സ്ക്രൈബ് ഇതൊക്കെ ചെയ്യാൻ പറയും. ഞാൻ അതൊന്നും പറയൂല. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇടും, കാണുന്നവര് കാണും. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമന്റും എല്ലാം ചെയ്തോളൂ. അമ്മ നിങ്ങളും കൂടെ പറയാമ്മ. ഇനി നിങ്ങൾ പറയാത്തോണ്ട് ആരും കുറയ്ക്കണ്ട. പറ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ പറ. ലൈറ്റിലിടണം, കസേരയിലിരിക്കണം. ഇതൊക്കെ നിങ്ങൾ ചെയ്തോണം. അതീന നമ്മൾ എവിടെയൊക്കെ ഓടാനല്ലേ. എല്ലാം തിരക്കുകളുള്ള വ്യക്തിയാണ് ഞാൻ, അല്ലേ അമ്മ? അല്ലേ? ഇപ്പൊ പറയണില്ലേ എന്നെ ആൾക്കാരൊക്കെ കാണണമെന്ന്. ഉടക്കുമ്പോഴേ അത് വരുവുള്ളൂ കേട്ടോ, അല്ലാതെ വരൂല. പറ ആൾക്കാർക്ക്. ആരാ ആരാ ആരെ കാണണം? നമ്മളെ നമ്മളെന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? അച്ഛനും അമ്മയും എല്ലാരും പോകും. അമ്മയില്ല. ആര് പിന്നെ ആരുമില്ലല്ലേ? ആരുമില്ല. ഇപ്പൊ മോ അജ്ഞാതെ. അയ്യോ മോന് ദേഷ്യോ? അല്ല കയ്യിരിപ്പുണ്ടല്ല. വില്ലത്തിയാണ് ഈ വീട്ടിലെ വില്ലത്തി. അച്ചറക്കണ കൊല്ലണം. പട്ടി മോങ്ങാണ്. കുഞ്ഞി ചവിട്ടല്ലേ. അച്ഛാ എന്നെ ചവിട്ടണം. നല്ല ബ്ലോക്ക് ഉണ്ട്. എല്ലാം ഒപ്പിച്ചിട്ട് പറയും അച്ഛാ എന്നെ അത് ചെയ്യണം, അച്ഛാ എന്നെ ഇത് ചെയ്യണം. അച്ഛനെ വിളിക്കണം, അമ്മയെ വിളിക്കൂല. അമ്മയും ഇല്ല. വീണ്ടും തുടങ്ങി. ഇതിങ്ങനെ ഒരു ഇതാണ് ഇൻഡിക്കേഷൻ. അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല. അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല. മോനുണ്ടെന്ന് പറയൂല. രാവിലെ കുറഞ്ഞത് ഒരു 200 തവണ ഞാൻ കേൾക്കാം അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല. ഇങ്ങോട്ട് വീഡിയോ എടുക്കാം. ഇതിനാണ് ഈ കഷ്ടപ്പെട്ടെന്നെ ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞേ, കിടക്കുന്ന ഉറങ്ങണമെന്ന് കാണിക്കാൻ. കുടുംബത്തെല്ലാം ഇങ്ങനെ ആയിപ്പോയല്ലെന്നാണ്. അപ്പൊ ഗൈസ് നമുക്ക് വെള്ളായണി ക്ഷേത്രത്തിൽ വെച്ച് കാണാം. കുറച്ച് സമയമുണ്ട് ഇവിടുന്ന്, ഇച്ചിരി ദൂരമുണ്ട്. കരമന വഴിയാണ് പോകുന്നത്. ചിലപ്പോൾ കരമന ബ്ലോക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ എത്താറാകുമ്പോൾ കാണാവേ. ഇതാണ് നമ്മൾ പറഞ്ഞ വെള്ളായണി ദേവി ക്ഷേത്രം. ദേ ഇവിടെ എത്തിയിട്ടുണ്ട്. അതെ അച്ഛനും മക്കളും അകത്ത് പോയാട്ടാ. ഞാൻ ഷോപ്പൂസ് ഇവിടെ. ഇതെന്തിന് ചെരുപ്പ്? ഇച്ചിരി തിരക്കുള്ള ഭാഗത്ത് അമ്മയും കൊണ്ട് പോകുമ്പോൾ എൻ്റെ കുഞ്ഞപ്പണ്ണിനെയും നന്ദപ്പനെയും കൊണ്ടുവന്നതിനെ കാട്ടി റിസ്ക് ആണ് കേട്ടോ. അമ്മയുടെ കൂടെ നമ്മൾ നടുപോലെ നടന്നില്ലെങ്കിൽ കണ്ണ് തപ്പി അങ്ങോട്ടെങ്കിലും മാറിക്കളയും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ അമ്മ പണ്ട് തൊട്ടുള്ള ഇങ്ങനെ അറ്റം വരെയുള്ള കാര്യങ്ങൾ പറയും. ഈ പറയുന്നത് സന്തോഷമുള്ള കാര്യം, പക്ഷേ അതിനിടയ്ക്ക് ചില മോശം വാക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പുറകെ ഇരിക്കണം. അങ്ങനെ വന്നു കേട്ടോ. ഒരുപാട് പേര് അമ്മയോട് സംസാരിക്കാൻ വന്നു. സംസാരിക്കുമ്പോഴേക്കും അമ്മ തുടങ്ങുന്ന ഒരിടത്ത് നിൽക്കുന്ന വേറൊരിടത്ത്. ഈ പറയുന്നത് കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പം ഞാനിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. കുഞ്ഞപ്പണ്ണിൻ്റെ അതേ അവസ്ഥയാണ്. കുഞ്ഞപ്പണ്ണ് പറയുന്ന ആർക്കെങ്കിലും മനസ്സിലാവോ? ഇല്ല. അതുപോലെ തന്നെയാണ് അമ്മ പറയുന്നതൊന്നും ആർക്കും മനസ്സിലാവില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എങ്ങോട്ടെങ്കിലും പൊക്കളഞ്ഞാലോ, കണ്ണ് തപ്പിയോ പൊക്കളഞ്ഞളയും, ആ ഒരു പേടി.
അപ്പോൾ ഇനി ഭക്തി മാത്രമേ. അപ്പം അമ്പലം കഴിഞ്ഞു, പൂജയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് വൈകി, മണി 2 കഴിഞ്ഞിറങ്ങിയപ്പോൾ പൊങ്കാല നടക്കുന്നത്. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു ആൻറ്റിയോട് കുറച്ച് പൊങ്കാല ചോദിച്ചപ്പം ഇതാ കിട്ടിയ വെള്ള പൊങ്കാല. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ പൊങ്കാല. മറ്റേ ശർക്കര പായസം എന്നൊക്കെ പറയണേ. അപ്പം നമ്മൾ കുറച്ച് മതി, നമ്മൾ കുറച്ചാ തന്നോളൂ. ഇനിയും ചോദിച്ചാൽ ഈ തന്നേനെ നമ്മൾ ആസ്വദിച്ച് കഴിക്കണം കേട്ടോ. അപ്പോൾ വെച്ചോളൂ. ശോഭനായിരുന്നു കൽക്കണ്ടൊക്കെ എത്തുന്ന കുരിയൊക്കെ ഇട്ട് ഒരാള് പ്രസാദം തന്ന ആഞ്ഞ വാങ്ങി. എന്തോന്ന് പ്രസാദം കിട്ടിയ? പഞ്ചാരല്ല, കൽക്കണ്ട്. ആര് തന്നത്? ഒരു പെണ്ണാപ്പിറന്നാള്. നിങ്ങൾ അറിയാമോ അവർക്ക്? അവർക്ക് അറിയാം. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എനിക്കറിഞ്ഞൂടാ. എന്തിനാന്ന് പറഞ്ഞത്? അവര് പറഞ്ഞ അറിയോന്ന് ഞാൻ പറഞ്ഞ അറിയില്ലെന്ന് പറഞ്ഞു. ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. നിങ്ങൾ എന്റെ വീട്ടിലൊന്നും വന്നിട്ടില്ല. എനിക്കറിയില്ല. അത് നിന്റെ മരുവോളൊക്കെ അറിയാം. ഞാൻ മറ്റു മരുവോള് ഇവിടെ ഇല്ല. മരുവോള അങ്ങായിരിക്കണം. മരുവോടും കൂടെ ഒന്നുമില്ല. മരുവോളും കൊച്ചുങ്ങളും കൂടെ അവളെ ഭർത്താവും കൂടെ അതിഞ്ഞ് വരാൻ നേരത്തെ കാണാമോ? ഇവിടെ നിക്കണെങ്കിൽ അവളെ ഇഞ്ഞ് വരുമ്പോ കാണാമോ? വേറെന്ത് പറഞ്ഞവര്? അവര് പറഞ്ഞു പായസമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പായസം അവളുടെ പായസം തീർന്നാ? എന്നിട്ട് കൽക്കണ്ട് തന്നാ? ഇനി കുഞ്ഞ പറ. അല്ല ഗൈസ്, ഞാൻ പ്രസാദം കഴിച്ച് നേരെ നമ്മള് വീട്ടിൽ പോണ. അപ്പൊ നമ്മള് കടലോട്ട് പോണം. കടലോരത്ത് ആര് പോണ? കടൽ നമ്മള് പോണില്ല. നീ പോണാ? കടലേ നമ്മള് പോണില്ല കടലോരത്ത്. നമ്മള് നേരെ വീട്ടിൽ പോണു. വിഷന്ന് ഊപ്പാട് വരുന്ന കടലിൽ പോവാൻ. അപ്പൊ നമ്മൾ നേരെ വീട്ടിൽ കടലിലല്ല പോണ, നേരെ വീട്ടിലാണ് പോണത്. അമ്പലത്തിൽ പോയിട്ട് നേരെ വീട്ടിലാണ് പോവേണ്ടത്. അപ്പോൾ പ്രസാദം വാങ്ങിച്ച് കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി നമ്മള് നല്ല വെള്ളം കുടിച്ച് നമ്മള് കഴിച്ച്. ശരി, ഇനി വീട്ടിൽ പോയിട്ട് കാണാന്ന് പറ. വീട്ടിൽ പോയിട്ട് കാണാന്ന് പറ. ഇനി വീട്ടിൽ പോയിട്ട് കാണാം. പുറത്ത് പോയി വന്നാൽ പിന്നെ അമ്മയുടെ രൂപം വേറൊരു രൂപമാണ്. അത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ വന്ന ശേഷം നമ്മുടെ പട്ടിക്കുട്ടന്മാരോടൊക്കെ വഴക്കുണ്ടാക്കിയിട്ട് നേരെ റോട്ടിലോട്ട് അങ്ങ് പോവുകയാണ്. റോട്ടിൽ നമ്മുടെ നന്ദപ്പനും കുഞ്ഞപ്പെണ്ണും ചേട്ടനുമായിട്ട് ക്രിക്കറ്റ് കളിക്കുവാണ്. അതറിയാവുന്നതുകൊണ്ട് നേരെ അങ്ങ് വിട്ട് റോട്ടിൽ പോവുകയാണ് കേട്ടോ. ഈ ചെറുക്കൻ എന്തൊരു കാണിക്കണേ? ഈ ചെറുക്കൻ എന്തൊരു കാണിക്കണേ? ക്രിക്കറ്റ് കളിക്കണം. കൊച്ചു പിള്ളേരെ കണക്ക് കളിക്കാനൊക്കെ എന്നാ തുണി എടുത്തേ? അവിടെ ഉണ്ട്. ആ മരത്തിൽ കിടക്കണം. ഞാൻ എടുത്തു തരാം. എടുത്തേ കിഴങ്ങ് നോക്കിക്കൊണ്ടിരിക്കണം. വണ്ടി വരൂല, അവർ ഒതുങ്ങി നിൽക്കും. വണ്ടി വന്നാ അന്നേരത്തേക്ക് മാറിക്കും. ഓ പിന്നെ
എന്തെങ്കിലും കുടിച്ചാ മതി. 11 റൺസാണ്. നീ വെള്ളം ഇടുവണ്ണേ. വെള്ളം ഇടാം. എപ്പോ 4 മണിക്കാ? 4 മണിക്ക്. ഇപ്പം എന്തിനാ അങ്ങോട്ടൊക്കെ ബോൾ അടിച്ച് കളയണം ദൂരെ? ചായ കുടിച്ചല്ല. ചായ കുടിച്ചില്ല. കുടിച്ചല്ല. ചായ കുടിച്ചില്ല ഇവിടുന്ന്. കാലത്തല്ലേ ചായ കുടിച്ചത്. വൈകുന്നേരം ചായ ഇട്ടില്ലല്ലേ. അതിന് നമ്മളിപ്പോ അമ്പലത്തിൽ പോയിട്ട് ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. ചായ കുടിച്ചില്ലല്ലേ. അതിന് ശേഷം ചായ വല്ലയിടത്തുനിന്ന് കുടിച്ചാ? അമ്പലത്തിൽ നിന്ന് കുടിച്ചാ? ഓ കുടിച്ച് വന്ന വഴി അമ്പലത്തിൽ ചായ കുടിച്ചു കുടിച്ചാ? ഇനി വാ ഞാൻ ചോദിക്കട്ടെ. ഇനി വാ നെയ്. ഇനി വാ ഞാൻ ചോദിക്കട്ടെ. നമ്മളെ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോ ചായ കുടിച്ചില്ലേ? ചായ ഒന്നും കുടിച്ചില്ല. ക്ഷേത്രത്തിൽ പഞ്ചാര ഇട്ടതാ? ഏത് പഞ്ചാര ഇട്ടത്? മാന്തിരിയുള്ള കൽക്കണ്ട. അതാണ് ചവച്ചോന്ന് വന്നോളൂ. ചവച്ച് കാറിന്ന് ചവച്ച് തിന്നുകയും ചെയ്തു. എന്നിട്ട് ചായ ഒന്നും കുടിച്ചില്ല. ചായ കുടിച്ചില്ലേ? ചായ കടയിൽ നിന്ന് കറിയില്ല. ഇനി വാ ചായ കടയിൽ നിന്ന് കറിയില്ല. ഇനി വാ ഞാൻ ഓർമ്മിപ്പിച്ചേരാ. ഇനി വാ ഓർമ്മിപ്പിച്ചേരാ. കാറിലിരുന്ന് നേരെ ഇനി വന്ന് ഇവിടെ വന്ന് ഇറങ്ങി പിടിച്ചോണ്ട് ചെരുപ്പ് പിടിച്ചു വാങ്ങിച്ച് അങ്ങോട്ട് പൊടിച്ചോട് ഇറങ്ങി. ചോറ് വേണമെന്ന് എനിക്ക് ചോറ് വേണം. എനിക്ക് ചോറ് വേണ്ട. ചോറെന്നാ ഞമ്മക്കോടോ ചായ ഇട്ട മാത്രം മതി. അത് കുടിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞു. തീർന്നാ? രാത്രി മാത്രം ചോറ് മതി. വന്നു തീർന്നാ? രാത്രി മാത്രം ചോറ് മതി. നെല്ല് തീർന്നാ? ബഹളം തീർന്നാ? ഇനി ഞാൻ ചോദിക്കട്ടാ. അവിടുന്ന് ഇറങ്ങി നമ്മൾ വെളിയിൽ വന്ന് അവിടെ തിരിച്ച് കാറ് തിരിച്ചിട്ടിട്ട് അവിടെ ഒരു കടയിലും കറിയില്ല. ഒറ്റ കടയിലും ഇനി പറഞ്ഞ് ചോദിക്കട്ടെ. ഇത് ഇങ്ങോട്ട് വാ ചോദിക്കട്ടെ. ശരി ഇനി വാ ഞാൻ ചോദിക്ക. അയ്യോ ഇങ്ങനെ പിടങ്ങാതെ ശോഭനെ. നീ ട്വിസ്റ്റ് ഉണ്ട്. വെയിറ്റ് ഇപ്പം ശരിയാക്കി തരാം. കലിപ്പാണ് കലിപ്പ്. നെയ് അമ്മ ശോഭനെ ഇനി എന്നെ ഇങ്ങോട്ട് വാ. എൻ്റെ അടുത്ത് വാ. അമ്മ ഇങ്ങോട്ട് വാ. നിങ്ങൾ ഇങ്ങോട്ട് വരീ. അങ്ങോട്ട് ചെന്ന കല്ലെടുത്ത് എറിഞ്ഞാലോ. ഇനി പോന്നാ? കേറിയില്ലേ? എന്നെ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ സമ്മതിക്കണില്ലല്ലോ. അപ്പം അതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലേ ചെറുക്കന്. എനിക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞു. കൊള്ളാം. നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ വളവിൻ്റെ അവിടെ വന്നിട്ട് അവിടുത്തെ ചായക്കട നിർത്തിയപ്പോൾ ചായ കുടിച്ചാ? ഒരു ചായ കുടിച്ചു.
കുടിച്ചാ? ആ അത് ചായ ഇല്ലേ? ചായ ഇല്ലേ? ആര് ചായ വാങ്ങിച്ചു? ഒരു ചായ കുടിച്ചാ? ആ കുടിച്ച്. ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഒന്ന് കൊടുത്തേരി. നമ്മളതിവിടെ വന്നിട്ട് എത്ര നേരമായി? ഇവിടെ വന്നിട്ട് ഞാൻ നീ ചോറ് നേരത്തെ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ് ചോറേ ഉള്ളെന്ന് പറഞ്ഞു. അതിന് ഇവിടെ വന്നിട്ട് ഇപ്പം വന്നതല്ലേ ഉള്ളൂ. നീ കാറിലേക്ക് വന്നത്. അതെ നമ്മളിപ്പോൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ. അവൻ ചോറ് കൊടുത്ത് കൊച്ചുങ്ങൾക്ക് രണ്ടുപേർക്കും ചോറ് കൊടുത്ത് നീ ചോറ്. നമ്മളതിനിപ്പോൾ വന്ന് കയറിയത്. എനിക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞു. അതിനാ നമ്മളിപ്പോൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ. ആണാ? ഇപ്പം വന്നതല്ലേ ഉള്ളൂ. വന്ന് ഉടുപ്പ് മാറ്റിയതല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ചായ ഇടാൻ പോണതല്ലേ ഉള്ളൂ. ആണോ? പിന്നെ എന്തിനാ നിങ്ങൾ ബഹളം വയ്ക്കണം? പിന്നെ തലയിട്ടിരുന്ന തുണി എടുത്താണ്. അതിന് പിന്നെ എന്തിനാ ബഹളം വയ്ക്കണം? എന്തിനാന്ന് തല വരിക്കട്ടെ. ഇപ്പം മനസ്സിലായോ നിങ്ങളിപ്പോൾ വെളിയിൽ കൊണ്ടുപോകാത്തതിൻ്റെ കാര്യം എന്തെന്ന്? നീ ഒരിടത്ത് കൊണ്ടുപോകണില്ല. നീ ഇതാണ് അവസ്ഥ. കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എനിക്ക് സമാധാനം കാണൂല. അപ്പം നിങ്ങളെ മോന് ദേഷ്യം വരും. അപ്പം നിങ്ങളെ മോൻ എൻ്റെ നെഞ്ചത്ത് തീർക്കും. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എന്തിനാണ് കൊണ്ടുപോകണം? ഇപ്പം തന്നെ കണ്ടില്ലേ? ഓ നീ ഇങ്ങനെയുള്ള കോവിൻ്റെ മാറ്റുള്ള പിന്നെ ഏതമ്പലത്തിൽ കൊണ്ടുപോകണം? നീ ആര് കോവിൽ പോകണം? ഒരിടവും പോകണില്ല ഞാൻ. നാളെ എന്താ ആഴ്ച? നാളെ ശനിയാഴ്ച. നാളെ ശനിയാഴ്ച. നാളെ എണ്ണ വെച്ചേക്കണം. എന്തിന്? നീടെ പറഞ്ഞാൽ എന്തിന്? തലേ തേങ്ങ. ഇപ്പം എന്തിനാ എണ്ണ തേക്കണില്ല? എണ്ണയില്ല, എണ്ണ തീറ്റത്. വെള്ളം ഇട്. വെള്ളം നിങ്ങൾ കുടിച്ച്. ഞാൻ ഇനി ഇപ്പോഴൊന്നും ഇടണില്ല. ഞാൻ പിന്നെ ഇടണോളൂ. രാത്രി എനിക്ക് വേണ്ടേ വെള്ളം കുടിച്ചാ? അത് രാത്രിയിലത്തെ കാര്യം രാത്രിയല്ലേ. ഇപ്പം രാത്രി ആയില്ലല്ലോ. ഇപ്പം സന്ധ്യ ആണല്ലേ ഉള്ളൂ. പാല് വാങ്ങിച്ചോണ്ട് വെച്ചാല് പാല് വാങ്ങിച്ചെന്നും പറഞ്ഞു. വെള്ളം അവനും ആയിരിക്കല്ലേ. ഇതുവരെ ചായ ആയിട്ടില്ലേ? ഇല്ല. ചെറു നേരമായി. ചായ അടുപ്പത്ത് വെച്ചാൽ ചായ ആവോ? ചവച്ച് വരണ്ടേ? ഇതുവരെ ചായ ആയിട്ടില്ല. അവരോട് ശരിയാണ്. നീ ചോറ് തിന്നപ്പോ വയറ് പോത്ത്. നിന്നോട് ഞാൻ ചോറ് വേണോ ചോറ് വേണോ ചോദിച്ചു. ഞാൻ ചോറ് തിന്ന യാമക്കേടം കൊണ്ട് എനിക്ക് അതാണ് പേടി. നേരത്തെ എനിക്ക് ചായ അറിഞ്ഞൂടെ? അറിഞ്ഞൂടായിരുന്നു. ആ നീ കൊച്ചു പിള്ളേ വലുതായ നിനക്ക് അറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. നേരത്തെ ചായ ഇടണമെന്ന് അറിഞ്ഞൂടായിരുന്നു. നിങ്ങൾ പറഞ്ഞില്ലല്ലോ നേരത്തെ ചായ ഇടണമെന്നുള്ളത്. ഞാൻ അവിടെ പറഞ്ഞില്ലായിരുന്നു. പറഞ്ഞില്ല. നിന്റുവാ പറഞ്ഞില്ല. അപ്പൊ നീ നീ ഒന്നും കേൾക്കില്ല. നീ എൻ്റെ വാക്കൊന്നും കേൾക്കണമല്ല. അവള് പൈകരിയാണ്. അവള് ഒന്ന് പറഞ്ഞാൽ കേൾക്കില്ല. തന്നെ ഭയങ്കരിയാണോ? ആ ഒന്നും പറഞ്ഞാൽ കേൾക്കൂല. നീ ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല. തന്നെ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞില്ലേ? ഈ ഉപ്പെന്നത് അത് തണുക്കാൻ വെക്കാനുള്ള സമയമൊന്നും തരണില്ലല്ലോ. അതിനുമുമ്പ് ഭയങ്കരിയാണ് ഭൂതമാണെന്നൊക്കെ പറയില്ലേ? ചൂട് തണുക്കാൻ സമ്മതിച്ചാ നിങ്ങൾ? തണുക്കാൻ സമ്മതിച്ചാ അമ്മ? ഞാൻ അത് ഒഴിച്ചു വെച്ച് തണുപ്പിച്ച് തരുമായിരുന്നല്ല. അതിനുള്ള സമയം തരണില്ലല്ലോ. എന്തിനീ ബഹളം വെക്കണ? ഞാറ്റി കുടിക്കും. ചായ കിട്ടിയില്ലെങ്കിൽ എന്തിനീ ബഹളം വെക്കണേന്ന്? ഞാറ്റി കുടിക്കും. ചായ കിട്ടിയില്ലെങ്കിൽ എന്തിനീ ബഹളം വെക്കണേന്ന്? എന്തായാലും അമ്മേ ചോദന്നെ തിന്നില്ല. പിന്നെ ചായ കിട്ടിയില്ലെങ്കിൽ എന്തിനിങ്ങനെ ബഹളം വെക്കണേന്നാണ് ചോദിക്കണ. ചായ കിട്ടിയില്ലെങ്കിൽ എന്തരീനി? വിശന്നിരിക്കുമോ? ഓ ഞാൻ വിശന്നിരിക്കും. എനിക്ക് വിശന്നിരിക്കാൻ ഒരു കുഴപ്പമില്ല. നീ എന്തെങ്കിലും തിന്നോടി. എന്തിനു തിന്നണ? നിങ്ങൾ എന്തോന്ന് കാണാൻ ഞാൻ നേരം വിളിച്ച് തിന്നണ?
ഞാൻ എപ്പോഴും ഈ പറഞ്ഞത് ഈ വീട്ടിൽ ജോലിയും ചെയ്തുകൊണ്ടിരിക്കില്ല. ഞാൻ എന്തെങ്കിലും തിന്നണം നിങ്ങൾ കാണണം. ഞാൻ നിങ്ങളോട് ചോറ് വേണമെന്ന് ചോദിച്ചത് തന്നെ. ഞാൻ ചോറ് വാങ്ങിച്ചില്ല. അത് എൻ്റെ തെറ്റാണ്. അത് എൻ്റെ തെറ്റാണ്. ചോറ് വേണ്ടെന്ന് പറയുകയും ചെയ്യും, എന്നെ കുറ്റവും പറയും. ഈ ബഹളം വെക്കുന്ന എന്തിനു നിങ്ങൾ? ഈ വെളിയിൽ പോയിട്ട് വരുമ്പോഴേ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് പോകുമ്പോൾ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്ന എന്തിന്? ബഹളം ഞാൻ അപ്പം പറഞ്ഞാൽ നിനക്ക് ബഹളമായില്ല. ഇങ്ങനെ പറയണത് ഇതെന്തൊരു പറച്ചില്? പിന്നെ ഇങ്ങനെയാണ് പറയണത്. നിങ്ങൾ സാധാരണ പറയണത് എങ്ങനെയല്ല, ഇന്നിപ്പോൾ പറഞ്ഞ എങ്ങനെയാണ്? ഞാൻ ഇപ്പം പറഞ്ഞാൽ നിനക്ക് ഭയങ്കര ബഹളമായത്. പിന്നെ ബഹളമില്ലേ അത്? ആ അത് തന്നെ ബഹളം. ആ സമയം ചായ ടീലെങ്കിൽ എനിക്ക് ദേഷ്യം വരുമെന്ന് അറിഞ്ഞുകൂടെ? ഞാൻ ഒരു ചായ ഉണ്ടാക്കണ മെഷീൻ ഇവിടെ വാങ്ങിച്ചു വയ്ക്കാൻ പറയാം നിങ്ങളെ മോണ്ടി. ഒരു മിനിറ്റ് കൂടെ വാങ്ങിച്ചു വയ്ക്കാൻ പറയാൻ ഭഗവാൻ ഇനി അതായിരിക്കും. അതാകുമ്പോൾ നിങ്ങൾക്ക് ചായക്ക് സമയം പോകുന്ന ഇങ്ങനെ ഞെക്കിയാൽ മതി. അപ്പോൾ ചായ അടിപൊളി. അങ്ങനെ ചായ മെഷീൻ ഉണ്ട്, ഇനി ഒന്ന് വാങ്ങിച്ചു വെച്ചാൽ മതി. അപ്പം വാങ്ങിച്ചു വെച്ചത് നിനക്കറിയാം. അതിനപ്പം എനിക്കറിഞ്ഞൂടാ. അപ്പം നിങ്ങൾ ഒരു ദിവസം എത്ര ചായ കുടിക്കും? ഒരു ദിവസം 10-20 ചായ കുടിക്കും. 20 ചായ കുടിക്കുമോ? 20 ചായ കുറഞ്ഞു പോയി. നമുക്ക് 30 ചായ ഇടാം. അതിനുള്ള കണക്കിനുള്ള മെഷീൻ വാങ്ങിക്കാം. കുടിക്കും. 30 ചായ ആയാൽ 50 ചായ ആയാലും ഞാൻ കുടിക്കുമോ? കുടിക്കും. പണ്ട് നിങ്ങൾ ചായ മാത്രമേ കുടിച്ചോണ്ടിരുന്നാ? ഞാൻ ചായ ചായ തേയിലയാ? ചായ കുടിക്കും. ചായ കുടിക്കും. കലത്തിലിട്ട് വെച്ച് കുടിക്കുമോ? എന്നിട്ട് ആഹാരം ഒന്നും കഴിക്കൂലേ? ആഹാരം ഒന്നും കഴിക്കില്ല. തേയില മാത്രം. ഇപ്പൊ ചായ ഇട്ടിപ്പോ സന്തോഷമായ? സന്തോഷമായ? ഇനി അടുത്ത ചായ ഇപ്പൊ നാളെ തന്നെ? നാളെ മതിയാ? രാവിലെ രാവിലെ ഞാൻ രാവിലെ അപ്പൊ ഇന്നത്തെ ചായ കൊണ്ട് വെളിയിൽ തേച്ചിട്ടേക്കണേ. വെളിയിൽ തേച്ചിട്ടേക്കണേ. ഞാൻ ഇവിടെ വന്നു. ശരി, അവിടെ എങ്ങനെ പോയി കുടിക്കും? അമ്മ അങ്ങ് കസേര പോയിരുന്നു കുടിക്കും. അങ്ങ് പോയിരുന്നു കുടി. അവിടെ പോയിരുന്നു കുടി. ആ പിന്നെ കുടിക്കും. എന്തോ ചെയ്യും. അപ്പം വെള്ളായണി വിശേഷം ഇതൂടെ കഴിഞ്ഞേക്കാണ്. അമ്പലത്തിൽ പോയാൽ നമ്മൾ അവിടുന്ന് വെള്ളായണി കായലിൽ പോകണമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ ഒരുപാട് താമസിച്ചു പോയി. അപ്പോഴത്തേക്ക് എല്ലാവർക്കും വയറൊക്കെ വിശന്ന് ആകെ ഇതായി. നമ്മൾ അമ്പലത്തിൽ പോയാൽ നേരെ വീട്ടിൽ തന്നെ വന്നിട്ട് എവിടെയെങ്കിലും പോകുന്നതിൽ എൻ്റെ ഒരു ശരി. അതുകൊണ്ട് നേരെ ഇങ്ങ് വന്ന് ഇനി ഇത് കണ്ടിട്ട് ആരും ദേഷ്യപ്പെടാനോ ബഹളം വെക്കാനോ ഒന്നും നിൽക്കണ്ട. ജസ്റ്റ് അമ്മ പുറത്ത് പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് പോകുമ്പോഴോ അമ്മ ദേഷ്യം കാണിക്കുന്നതുകൊണ്ട് ആരും വിശ്വസിക്കണില്ല. എല്ലാം പറഞ്ഞാൽ ചുമ്മാ ഓകണേ എന്നാ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സീന് ചെറുതാണ്. അതായത് അമ്മ കാണിച്ചതിൻ്റെ ഒരു ചെറിയ ബഹളം മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അത് ചായക്ക് വേണ്ടിയാണ് മാത്രം എടുത്തത്. ഇനി അമ്മ ദേഷ്യപ്പെട്ടത് കാണിച്ചു എന്നൊന്നും പറയരുത്. ഞാൻ പറഞ്ഞില്ല, നമ്മളെ ഡെയിലി വ്ളോഗിലെല്ലാം വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതൊരു പാർട്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ. അമ്മ ടാറ്റ തരാൻ പറയുന്നത് ടാറ്റയും തരൂല. ഇന്ന് വേറെ സീനാണ്, അതുകൊണ്ട് അവിടെ നിന്ന് ടാറ്റ കിട്ടൂല. ടാറ്റ.